കൃഷ്ണ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുരൂരവസിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉർവശിയുടെയും പുരൂരവസിന്റെയും വിവാഹത്തെക്കുറിച്ചും കണ്ടു. അതിനുശേഷം അവർക്ക് 6 പുത്രന്മാരുണ്ടായി. വളരെ നാളുകളായി ഉർവശിയെ ദേവലോകത്ത് കാണാതെ വന്നപ്പോൾ ദേവേന്ദ്രൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു. ഭൂലോകത്ത് പുരൂരവസിന്റെ ഭാര്യയായിട്ടാണ് ഇപ്പോൾ ഉർവശി ഉള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഉർവശിയെ ദേവലോകത്തേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി 2 ഗന്ധർവന്മാരെ ദേവേന്ദ്രൻ നിയോഗിച്ചു. ഒരിക്കൽ ഉർവശി 2 ആട്ടിൻകുട്ടികളെ പുരൂരവസിന് സമ്മാനമായി നൽകിയിരുന്നു. ഗന്ധർവന്മാർ ഒരു ദിവസം രാത്രി ആജപൈതങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ ആട്ടിൻകുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോൾ രാജാവ് പെട്ടെന്ന് ചാടി എണീറ്റ് വാളെടുത്തുകൊണ്ട് അതുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ താൻ ഉടുത്തിരിക്കുന്ന ഉടുതുണി പോലും അഴിഞ്ഞുപോയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഉർവശി അവിടെ ഉണ്ടായിരുന്നില്ല. കിടപ്പറയിലല്ലാതെ മറ്റെവിടെയെങ്കിലും തന്നെ നഗ്നനായി കണ്ടാൽ ആ നിമിഷം അവൾ വിട്ടുപോകുമെന്ന് ശപഥം ചെയ്തിരുന്നു. ആ ശപഥം ഉർവശി പാലിച്ചു. ഒരു അപ്സരസിന് വളരെ കാലം ഒരു മനുഷ്യന്റെ ഭാര്യയാകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൾ തിരികെ ദേവലോകത്തേക്ക് പോകുകയും ചെയ്തു. ഉർവശി പോയതിനു ശേഷം അധികകാലം പിന്നീട് പുരൂരവസ് ജീവിച്ചിരുന്നില്ല. അദ്ദേഹം സദ്ഗതിയടയുകയും ചെയ്തു. പുരൂരവസിന്റെ ഈ ചരിതം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.